കുമളി ടൗണിൽ മഴ കാരണം വെള്ളക്കെട്ട് രൂപപ്പെട്ടതിൽ വലിയ പ്രതിഷേധം. ശാശ്വത പരിഹാരം കണ്ടെത്താത്തതിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശീയപാത ഉപരോധിച്ച് പ്രതിഷേധിച്ചു. കഴിഞ്ഞ 2 ദിവസം കുമളിയിലുണ്ടായ മഴയത്ത് ഈ കാണുന്ന നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശത്തൊട്ടാകെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാകുന്നത് വ്യാപാരികൾക്കും അതേപോലെ തന്നെ കൃഷിക്കാർക്കുമാണ്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇന്ന് ഇവിടെ ദേശീയപാത ഉപരോധിക്കുന്നത്. കുമളി ടൗണിൽ പുറകിലോട്ട് പോകുന്ന ഓടയിൽ മലിനം അടിഞ്ഞുകൂടിയിരിക്കുന്നത് നീക്കം ചെയ്യണമെന്ന് പലതവണ ആവശ്യപ്പെട്ടതാണ്. ഇവിടുന്ന് പോകുന്ന മാലിന്യങ്ങൾ പോകാതിരിക്കാൻ വേണ്ടി പഞ്ചായത്ത് അവിടെ ഒരു ബാരിക്കേഡ് തീർത്തിട്ടുണ്ട്. ആ ബാരിക്കേഡിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയിരുന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ആനവച്ചാൽ ഉൾപ്പെടെ അങ്ങോട്ട് പോകുന്ന തേക്കടി ഉൾവനത്തിലേക്ക് പോകുന്ന ഭാഗങ്ങളിലെല്ലാം മുളങ്കാടുകൾ ഒടിഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന ഓടയിൽ സുഗമമായി വെള്ളം ഒഴുകി പോകാൻ വേണ്ടി തടസ്സം സൃഷ്ടിക്കപ്പെടുകയാണ്. ദേശീയപാത അധികാരികളോട് ഇവിടെ ഈ ഓട ക്ലീൻ ചെയ്യണമെന്ന് പലതവണ ആവശ്യപ്പെട്ടു. പഞ്ചായത്തിനോടും ഇത് പലതവണ നമ്മൾ ആവശ്യപ്പെട്ടുള്ളതാണ്. പക്ഷേ ഒരു നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകാത്തതാണ് ഇപ്പോഴത്തെ പ്രതിഷേധത്തിന് കാരണം. ബഹുമാനപ്പെട്ട മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ നമ്മൾ ഈ ആവശ്യം ഉന്നയിച്ചു. 2 ദിവസം കൊണ്ട് അതെല്ലാം നീക്കം ചെയ്യാമെന്നാണ് പഞ്ചായത്തും അതോടൊപ്പം തന്നെ PTR ഡെപ്യൂട്ടി ഡയറക്ടറും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഇതൊരു അവലോകന യോഗത്തിൽ പറഞ്ഞുള്ളത് അതിൻ്റെ അപ്പുറത്തേക്ക് യാതൊരു നടപടി സ്വീകരിക്കുന്ന വിശ്വാസമില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമരത്തിലേക്ക് കിടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഈ ഓടയിൽ വേസ്റ്റ് കെട്ടിക്കിടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തന്നെ ഒരു വാർത്ത ചെയ്തിരുന്നു. പക്ഷേ അത് കണ്ടിട്ടോ അല്ലെങ്കിൽ അതിലൊന്നും തന്നെ അധികാരികൾ ഒരു നടപടിയും എടുക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. അതുപോലെ തന്നെ ഓടകളുടെ വീതി കുറഞ്ഞത് വെള്ളക്കെട്ടിന് കാരണമാകുന്നു. ഈ പ്രദേശത്ത് നമുക്കറിയാം ഒട്ടനവധി വ്യാപാര സ്ഥാപനങ്ങളാണുള്ളത്. ആ വ്യാപാര സ്ഥാപനങ്ങളിലേക്കൊക്കെ തന്നെ വെള്ളം കയറുകയും പല നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് പതിവായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിലൊരു ദേശീയ ഉപരോധം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജോയ് സിയാറിനോടൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, കുമളി.